നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് പാർട്ട് എയുടെ ഡിസ്കഷനായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ ബേസിക്, അതിന് എഴുതാവുന്ന ഒരു ബേസിക് ആയിട്ട് നമ്മളുടെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ പാർട്ട് ബി ആൻഡ് സി. അപ്പോൾ ആരെങ്കിലും അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റ് നോക്കുക. പ്ലേലിസ്റ്റിൽ ടോപ്പ് വീഡിയോസ് അതാണ്. ബാക്കി നമ്മളുടെ എല്ലാ മൊഡ്യൂൾസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ നോട്ട്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പ്ലേലിസ്റ്റുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ESHRൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക. അതിൻ്റെ ടോപ്പ് വീഡിയോസിൽ കിടക്കുന്നത് ഇതിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ പാർട്ട് ബി ആൻഡ് സി നൗ. അപ്പോൾ ബി ആൻഡ് സിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെക്കൻഡ് ആൻഡ് തേർഡ് പാർട്ടിൽ വരുന്ന മേജർ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പം സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും കൂടെ ഒരുമിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഇൻ്റർചേഞ്ചിങ് ആയിട്ട് വരാം. പോർഷൻസ് എല്ലാം രണ്ടിലും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പാർട്ട് സിക്ക് എഴുതാവുന്ന എത്രത്തോളം നോട്ട്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ട് സിക്കുള്ള പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ബിക്ക് അത് ചുരുക്കി എഴുതിയാൽ മതി. ഓക്കെ, സോ ദ മേജർ ക്വസ്റ്റ്യൻസിനകത്ത് ബി ആൻഡ് സിയിൽ വരുന്നത് ഫസ്റ്റ് വൺ ഇസ് വാട്ട് ആർ ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്, ഇറ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്തെ അഡ്വാൻറ്റേജസും അതുപോലെ ലിമിറ്റേഷൻസും. ദെൻ വാട്ട് ആർ ദ ബോഡീസ് ആൻഡ് കമ്മിറ്റീസ് ടു പ്രൊട്ടക്ട് ദി ഹ്യൂമൻ റൈറ്റ്സ് അണ്ടർ ദി UN. UNൻ്റെ കീഴിൽ തന്നെ ഏതൊക്കെ ബോഡീസും കമ്മിറ്റീസും ആക്ട് ചെയ്യുന്നുണ്ട് ഫോർ പ്രൊട്ടക്ടിങ് ദ ഹ്യൂമൻ റൈറ്റ്സ്. ദെൻ റൈറ്റ് എ ബ്രീഫ് ഓൺ ദി ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി. അതിനകത്തുള്ളൊരു കമ്മിറ്റിയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി. അതിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതുക. ദെൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് UN സെക്രട്ടേറിയറ്റ്. UN സെക്രട്ടേറിയറ്റ് ഉണ്ട് ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ. അതിനെ പറ്റിയിട്ടൊരു ഷോർട്ട് നോട്ട്. Then explain the causes and effects of water depletion. വാട്ടർ റിസോഴ്സസ് ഇല്ലേ, അപ്പോൾ അതിനകത്ത് വാട്ടർ ഡിപ്ലീഷന് കാരണങ്ങളും അതുകൊണ്ടുള്ള ഇൽ എഫക്ട്സുമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ കൺവെൻഷണൽ ആൻഡ് അൺകൺവെൻഷണൽ എനർജി റിസോഴ്സസ്. എനർജി റിസോഴ്സസ് പല ടൈപ്പ് ഉണ്ട്. റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ, കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് വേറൊരു ക്വസ്റ്റ്യൻ. Then what are the measures to conserve the water resource? Water resource കൺസേർവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെ? Then what are the provisions included in the Constitution of India for human rights protection? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. Then differentiate between പറഞ്ഞു. Then differentiate between the conventional and unconventional energy resource. Sorry, ഇത് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ദെൻ വാട്ട് ആർ ദി ലേബർ പോളിസീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലേബർ പോളിസീസ്, ഇത് എനിക്കൊരു കുട്ടി ഫോർവേഡ് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന് ഉത്തരങ്ങൾ എന്താ എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. അപ്പം എന്തൊക്കെയാണ് ലേബർ പോളിസീസ് ആയിട്ട് വരുന്നത് ഇന്ത്യയുടെ. ദെൻ ബ്രീഫ് ഓൺ ദി വാട്ടർ ഹാർവെസ്റ്റിംഗ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ അതിൽ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ദെൻ ഈസ് ഡാം കൺസ്ട്രക്ഷൻ ബെനിഫിഷ്യൽ ഓർ ഹാംഫുൾ. വാട്ടർ റിസോഴ്സ് സേവ് ചെയ്യാനുള്ളൊരു വേ ആണ് ഡാംസ്, റിസർവോയേഴ്സ് എല്ലാം. അതിന് കുറേ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ശരിക്കും അത് ബെനിഫിഷ്യൽ എന്ന് പറയുന്നോ അതൊരു പ്രോബ്ലം ആണോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ദ ലാസ്റ്റ് ഇസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി പവർ ഓഫ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ പവേഴ്സ്. ഓക്കെ, സ്റ്റേറ്റിൻ്റെ, നാഷണലുണ്ട്, അതുപോലെ സ്റ്റേറ്റിൻ്റെ ഫങ്ഷൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 12 ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ദർ ആർ മോർ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സോ വി ആർ മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസും അതുപോലെ വാട്ട് ആർ ദ ബോഡീസ് ആൻഡ് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ദ ഹ്യൂമൻ റൈറ്റ്സ്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടു ദ വീഡിയോ. അതേപോലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഗോ ടു ദ പ്ലേലിസ്റ്റ് ആൻഡ് ഫൈൻഡ് ദ ടോപ്പ് മോസ്റ്റ് വീഡിയോസ്. അതിനകത്ത് ഇതൊക്കെയായിരിക്കും കാണുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ 4th ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഓർ എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് UN സെക്രട്ടേറിയറ്റ്. UN സെക്രട്ടേറിയറ്റ് ഈ നമ്മളുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് റോൾ എന്താണ്? ദ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ 6 മേജർ ഓർഗൻസ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്, വിത്ത് അതേഴ്സ് ബീയിങ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ തന്നെ കുറേ ബോഡീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് ഈ UN സെക്രട്ടേറിയറ്റ്. ബാക്കിയുള്ള ബോഡീസിൻ്റെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ജനറൽ അസംബ്ലി, നമ്മൾ കേട്ടിട്ടുണ്ടാകും. ജനറൽ അസംബ്ലിയിലാണ് ഈ ഡിസിഷൻ എടുത്തത്. UN ജനറൽ അസംബ്ലിയിലാണ് ഈ തീരുമാനം വന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ബോഡി. സെക്കൻഡ്, ദ സെക്യൂരിറ്റി കൗൺസിൽ. നമ്മുടെ UNൻ്റെ ആണെങ്കിൽ തന്നെ സെക്യൂരിറ്റി റിലേറ്റഡ് മാറ്റേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് അതിന് തീരുമാനങ്ങൾ എടുക്കുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ്. ദെൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ദ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ദ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ സെക്രട്ടേറിയറ്റ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന അല്ലെങ്കിൽ ഒരു മേജർ ഓർഗനായിട്ട്
മേജർ 6 ഓർഗൻസ് ആണ് യു എനിലുള്ള. അതിനകത്ത് ഒരു മേജർ 1 ആയിട്ട് വരുന്നതാണ് അവർ സെക്രട്ടേറിയറ്റ്, യു എൻ സെക്രട്ടേറിയറ്റ്. ഇനി നമുക്ക് യു എൻ സെക്രട്ടേറിയറ്റിൻ്റെ ഫങ്ഷൻസാണ് പഠിക്കേണ്ടത്. ദ സെക്രട്ടേറിയറ്റ് ക്യാരിഡ് ഔട്ട് ദ സബ്സ്റ്റാൻഷ്യൽ ആൻഡ് administrative work of the United Nations as directed by the General Assembly, the Security Council and other bodies. ഇവിടെ നമ്മൾ ഒരു 6 ബോഡീസിൽ പറഞ്ഞ 6ാമത്തെയാണ് സെക്രട്ടേറിയറ്റ്. അതുവരെയുള്ള ഓരോ ബോഡീസില്ലേ അവർ പറയുന്ന തീരുമാനങ്ങൾ, അവർക്ക് കുറേ ഡയറക്ഷൻസ് കൊടുക്കുന്ന പല ലീഗൽ മാറ്റേഴ്സിലാണെങ്കിലും സോഷ്യൽ മാറ്റേഴ്സിലാണെങ്കിലും സെക്യൂരിറ്റി മാറ്റേഴ്സിലും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവരൊക്കെ ആയിരിക്കും. അതുപോലെ ജനറൽ അസംബ്ലിയിലാണ് അത് ഫൈനലി ഡിക്ലെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കുക, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരു സെൻറ്ററാണ് യു എൻ സെക്രട്ടേറിയറ്റ്. ഇപ്പം നമുക്കൊരു സെക്രട്ടേറിയറ്റ് ഉണ്ട് ട്രിവാൻഡ്രത്ത്, അവരാണ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് എല്ലാം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും. ഓക്കെ, സിമിലർലി യു എൻ സെക്രട്ടേറിയറ്റും അതേപോലെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സബ്സ്റ്റാൻറ്റീവ് വർക്ക് ഈ ഡയറക്ഷൻസിനനുസരിച്ച് വർക്ക് ചെയ്യുന്നവരാണ് യു എൻ സെക്രട്ടേറിയറ്റ്. ദെൻ as its head is the Secretary General who provides overall administrative guidance. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിനൊക്കെ ഒരാൾ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. ഹി ഈസ് കോൾഡ് ദ സെക്രട്ടറി ജനറൽ. ആൻഡ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ സെക്രട്ടേറിയറ്റ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. എന്തൊക്കെ ഫങ്ഷനാണ് അവർ ചെയ്യുക? ദ മെയിൻ വൺ ഇസ് ദേ വോണ്ട് ഓർ ദേ ക്യാരി ഔട്ട് ദ സബ്സ്റ്റാൻഷ്യൽ administrative work. Second one is they gather and prepare background information on various issues so that the government delegates can study the facts and make recommendations. ഗവൺമെൻറ് ബോഡിയിലുള്ള പല റെപ്രസെൻറ്റേറ്റീവ്സിന് പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, പല സജഷൻസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. എന്തിനെ പറ്റിയിട്ടാണ് എന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വേണം. അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന യു എൻ സെക്രട്ടേറിയറ്റ് ആണ്. ദെൻ they help to carry out the decisions made by the different organs of the യുണൈറ്റഡ് നേഷൻസ്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ബാക്കി 5 ബോഡീസ് പറഞ്ഞു, ജനറൽ കൗൺസിൽ, ട്രസ്റ്റി കൗൺസിൽ, അതേപോലെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. അപ്പോൾ ഇവരെല്ലാം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നത് ആരാണ്? യു എൻ സെക്രട്ടേറിയറ്റ് ആണ്. ദെൻ ടു ഓർഗനൈസ് ദ ഇൻ്റർനാഷണൽ കോൺഫറൻസ്, ദർ വിൽ ബി സെവറൽ കോൺഫറൻസ് ഹെൽഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. യു എൻ സ്പോൺസർ ചെയ്തിട്ടുള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ടാവും, കോൺഫറൻസ് ഉണ്ടാവും. അതെല്ലാം ഓർഗനൈസ് ചെയ്യുക, അതിനെല്ലാം പ്രോപ്പർ ഓർഗനൈസേഷനെല്ലാം ചെയ്യുന്നത് ദ യു എൻ സെക്രട്ടേറിയറ്റ് ആണ്. Then to translate the speeches and distribute the documents into the UN official languages. യുഎനിലെ ഒഫീഷ്യൽ ലാംഗ്വേജസിലേക്ക് വേണം എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ. ഇപ്പം ചിലപ്പോൾ ഡെലിഗേറ്റ്സ് വരുന്നത് പല പല കൺട്രീസിൽ നിന്നാണെങ്കിൽ അവർക്ക് ഇപ്പം ഇന്ത്യയിലുള്ളൊരു ഡെലിഗേറ്റ് പോകുന്നു, ഇഫ് ഈസ് നോട്ട് അവെയർ അബൌട്ട് ഇംഗ്ലീഷ്, ദർ വിൽ ബി എ ഹിന്ദി, ഹി വിൽ ബി ഡെലിവറിങ് ദ സ്പീച്ച് ഇൻ ഹിന്ദി. ഇറ്റ് വിൽ ബി ട്രാൻസ്ലേറ്റഡ് ടു സം അതർ ലാംഗ്വേജ് ആൻഡ് ദാറ്റ് ഈസ് ഫീസിബിൾ ഫോർ ദാറ്റ് പീപ്പിൾ. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ ജർമ്മനിലായിരിക്കും, സ്പെയിനിലാണെങ്കിൽ സ്പാനിഷിലായിരിക്കും, അതല്ല US പോലുള്ള കൺട്രിയിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇംഗ്ലീഷ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ലാംഗ്വേജ് പ്രിഫറൻസ് ദ ട്രാൻസ്ലേറ്റർ വിൽ കൺവേർട്ട് ഇറ്റ്. ഓക്കെ, എന്നിട്ട് അതായിരിക്കും ആ ട്രാൻസ്ലേഷനെല്ലാം ചെയ്യുന്നത് യു എൻ സെക്രട്ടേറിയറ്റിൻ്റെ ഫംഗ്ഷനാണ്. Then to keep the public informed about the work of the United Nations. യുണൈറ്റഡ് നേഷൻസിൽ പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ടാവും. നോട്ട് ഓൺലി സം ഓഫ് ദി സെക്യൂരിറ്റി, വേറെ എക്സ്ട്രാ കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ടാവും. അതെല്ലാം പബ്ലിക്കിലേക്ക് എത്തിക്കണം, എന്നാൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആവുന്നുള്ളൂ. സോ ഇത് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതും പബ്ലിക്കിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതും ദ യു എൻ സെക്രട്ടേറിയറ്റിൻ്റെ ഫംഗ്ഷനാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഓപ്പറേറ്റ്സ് പൊളിറ്റിക്കൽ മിഷൻസ്. എന്തെങ്കിലും പൊളിറ്റിക്കൽ മിഷൻസ് ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതുമെല്ലാം യു എൻ സെക്രട്ടേറിയറ്റ് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ദ റോൾ ഓഫ് യു എൻ സെക്രട്ടേറിയറ്റ്. യു എൻ സെക്രട്ടേറിയറ്റ് എന്താണ്? ആ 6 ബോഡീസിലെ ലാസ്റ്റ് 1 ആണ്. 6 ബോഡീസിന് തീരുമാനങ്ങൾക്കനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ബോഡിയാണ് യു എൻ സെക്രട്ടേറിയറ്റ്. അതേപോലെ തന്നെ അവരുടെ സെക്രട്ടറി ജനറൽ ഉണ്ട്, ഹി വിൽ ബി ദ ഹെഡ്. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് എല്ലാം ചെയ്യുന്നത് യു എൻ സെക്രട്ടേറിയറ്റ് ആണ്. അതുപോലെ അവർ കോൺഫറൻസസ് അറേഞ്ച് ചെയ്യും, ഡോക്യുമെൻറ്റ്സ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നു, സ്പീച്ചസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, പൊളിറ്റിക്കൽ മിഷൻസ് മീറ്റ് ചെയ്യിക്കാൻ സഹായിക്കുന്നു, ആൻഡ് ഓൾസോ പബ്ലിക്കിനെ ഇൻഫോം ചെയ്ത് വയ്ക്കുന്നു അബൌട്ട് ദ വർക്ക് ഓഫ് ദി യു എൻ. ഇതെല്ലാം നമ്മുടെ സെക്രട്ടേറിയറ്റ് ജനറലിൻ്റെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഫങ്ഷൻസ് ആണ്. സോ ദിസ് ഇസ് അബൌട്ട് the fourth question, that is what is the role of UN Secretariat. Next one is explain the causes and effects of water depletion. നമ്മൾ വാട്ടർ റിസോഴ്സസ് പറഞ്ഞു, അപ്പോൾ വാട്ടർ ഡിപ്ലീഷൻ സംഭവിക്കുന്നുണ്ട്, അതിന് കാരണങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് അത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വി വോണ്ട് ടു റൈറ്റ് വാട്ട് ആർ ദി കോസസ്.
നെക്സ്റ്റ് അബൌട്ട് ദ എഫക്ട്സ്. ഇപ്പോൾ കോസസ് ആണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് എക്സസീവ് ഡിമാൻഡ് ഫോർ വാട്ടർ. ഇപ്പോഴത്തെ പോപ്പുലേഷൻ അനുസരിച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ വാട്ടർ ഡിമാൻഡ് ഉണ്ട്. സോ ദാറ്റ് വിൽ എക്സ്പ്ലോയ് ദ വാട്ടർ റിസോഴ്സ്. സെക്കൻഡ്, എവോപ്പറേഷൻ. ഗ്ലോബൽ വാർമിംഗ് കൂടുന്നതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ നല്ല വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ വാട്ടർ കുറേ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് സെക്കൻഡ് കോസ് ഓഫ് വാട്ടർ ഡിപ്ലീഷൻ. ദെൻ പൊല്യൂഷൻ. പല ടൈപ്പ് ഓഫ് പൊല്യൂഷൻ നടക്കുന്നുണ്ട്. സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സോയിൽ പൊല്യൂഷൻ്റെ ആസ് എ റിസൾട്ട് ഉണ്ടാകുന്ന വാട്ടർ പൊല്യൂഷൻ തന്നെയാണ്. സോയിൽ പൊല്യൂഷന് സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ഫെർട്ടിലൈസേഴ്സും ഒക്കെ സോയിലിൽ എക്സ്ട്രാ വരുമ്പോൾ അതെല്ലാം വാട്ടർ ബോഡീസിലേക്ക് ലീക്കായി പോകുന്നുണ്ട്. സോ ഇറ്റ് വിൽ എൻഡ് റിസൾട്ടായിട്ട് വാട്ടർ റിസോഴ്സസും പൊല്യൂട്ടഡ് ആവുകയാണ്. സോ അനദർ വൺ ഇസ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ ചെയ്യുമ്പോൾ മരങ്ങളൊക്കെ മുറിച്ച് കളയായിരിക്കും. മരങ്ങൾ മുറിച്ചിടുമ്പോൾ ടോപ്പ് സോയിലിൻ്റെ വാട്ടർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കുറയും. ബിക്കോസ് ഈ മരങ്ങളുടെ വേരുകളാണ് വെള്ളവും മണ്ണും എല്ലാം പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ മരങ്ങൾ പോയി കഴിയുമ്പോൾ എന്താ, ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഡിഗ്രേഡ്. നെക്സ്റ്റ് പുവർ സ്റ്റോറീസ്. നമുക്ക് വെള്ളം അമൂല്യമാണ്, വെള്ളത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസും ലോക്കൽ പബ്ലിക്കിന് അറിയത്തില്ല. ഇഗ്നോറൻ്റ് ആണ്, വെള്ളം കുറവാണെന്നുള്ളതോ അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവും, ഇതിനൊന്നും ഒരു ഇഗ്നോറൻസ് ആണ് കസ്റ്റമേഴ്സിന്. ദാറ്റ് ഈസ് ഓൾസോ അനദർ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ അവർ വലിയ കെയർ കൊടുക്കുന്നില്ല. ദാറ്റ് ഈസ് അനദർ കോസ്. നെക്സ്റ്റ്, സോൾട്ട് വാട്ടർ. നമ്മളുടെ ഗ്രൗണ്ടിലെ താഴെയുള്ള വെള്ളമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടറെല്ലാം സോൾട്ട് വാട്ടറായിട്ട് മിക്സ്ഡ് ആയിട്ട് നമുക്ക് പിന്നെ കണ്ടാമിനേറ്റഡ് ആവും. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത, ഫോർ ഡ്രിങ്കിങ് പേർപ്പസിനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ദെൻ അഗ്രികൾച്ചർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് സോയിൽ നഷ്ടമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ടർ റിസോഴ്സസ് എഫക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ പമ്പ് ചെയ്തെടുത്തിട്ടാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഫോർ ഇറിഗേഷൻ. അതും ഒരു വാട്ടർ റിസോഴ്സാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് അർബനൈസേഷൻ. ഇപ്പോൾ നമ്മുടെ കമ്പനി ആണെങ്കിലും ആൾക്കാരാണെങ്കിലും ഒക്കെ ശ്രമിക്കുന്നത് അർബനൈസ്ഡ് കൾച്ചറിലേക്ക് മാറാനാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അർബനൈസേഷനും ഒരു കാരണമാണ് വാട്ടർ റിസോഴ്സിന്. ദെൻ സീപ്പേജ്. വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത്, ചില തരിമണലിലൊക്കെ കാണുന്നുണ്ടാവും വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത്. സോ വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് തന്നെ വെള്ളം കുറേ നഷ്ടമാവുന്നുണ്ടാവും. അങ്ങനെയുള്ള സീപ്പേജും ഒരു എഫക്ട്സ് ആണ് അബൌട്ട് ഓഫ് വാട്ടർ ഡിപ്ലീഷൻ. അപ്പോൾ ആദ്യം നമ്മളുടെ കോസസ് ആണ് പറഞ്ഞത്. എക്സസീവ് ഡിമാൻഡ് ഫോർ വാട്ടർ, ഇവോപ്പറേഷൻ, പൊല്യൂഷൻ, ഡിഫോറസ്റ്റേഷൻ, പുവർ സ്റ്റോറേജ്, സോൾട്ട് വാട്ടർ, ലോ റെയിൻഫോൾ, അഗ്രികൾച്ചർ, അർബനൈസേഷൻ ആൻഡ് സീവേജ്. ഇനി ഇതിൻ്റെ എഫക്ട്സ് നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ? ഫസ്റ്റ്, ഫോർ ദ ഡീപ്പ് വെൽ. As a result of the water depletion, deep well need to be dug because of the water shortage. വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഡീപ്പ് വെൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് അവിടെ പമ്പ് വെച്ചിട്ടായിരിക്കും വാട്ടർ എക്സ്കവേറ്റ് ചെയ്യണത്. ഇതൊരു എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷനാണ്. സെക്കൻഡ്, എക്സ്പെൻസീവ് റിസോഴ്സ്. വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും റിന്യൂവബിൾ റിസോഴ്സാണ്, അല്ലേ? സോ ഈ റിന്യൂവബിൾ റിസോഴ്സിന് ഇത്രത്തോളം വാല്യൂ വരുവാണ്, അല്ലേ? എക്സ്പെൻസീവായി വരികയാണ്. സോ എക്സ്പെൻസീവ് റിസോഴ്സസ് വരുമ്പോൾ വാട്ടർ വേസ്റ്റഡ്, പൊല്യൂട്ടഡ് ആൻഡ് ഡിപ്ലീറ്റഡ് വിൽ ബിക്കം ദ നോൺ റിന്യൂവബിൾ റിസോഴ്സ്. നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളുള്ള പൊല്യൂട്ടഡ് വാട്ടർ അല്ലെങ്കിൽ ഡിക്ലൈൻഡ് വാട്ടറൊക്കെ നോർമലി ഒരു പ്രശ്നമില്ല എന്ന രീതിയിലേക്ക് മാറാം. ദാറ്റ് ഈസ് അനദർ എഫക്റ്റ്. Third one is contamination. Contamination ഉണ്ടാകുക. So the major cause of depletion is contamination. For getting the water, deep wells are dug. As a result of groundwater get mixed with the salty water. Salt water ആയിട്ട് മിക്സ് ചെയ്യും ഗ്രൗണ്ട് വാട്ടർ, അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സോൾട്ട് കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ഡീപ്പ് വെൽസ് വയ്ക്കും. എന്നാൽ മാത്രമേ നമുക്ക് കൺസ്യൂമർ വാട്ടർ കൂട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് അനദർ എഫക്ട്സ്. നെക്സ്റ്റ്, മെറൈൻ ലൈഫ് എഫക്റ്റ് ആവുന്നുണ്ട്. ബിക്കോസ് ഇതിനകത്ത് ചെറിയ ഫ്ലോറ, ഫോണ, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ജീവിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യണം എങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്ടർ റിസോഴ്സസ് നമ്മൾ പുതുക്കുന്നില്ല എന്ന കേസിലെല്ലാം അഗ്രികൾച്ചറും ഒരു ഇൽ എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് aquifers. That is, an aquifer എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പെർമിയബിൾ റോക്ക് ദാറ്റ് ഹോൾഡ്സ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ പിടിച്ച് വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റോക്കാണ് അക്വിഫയർ എന്ന് പറയുക. ഓക്കെ,
This can be used for water supplies for agriculture and other human activities. Fire at the different depth depend on the load of natural resource. So, as an area of depletion, the aquifer is also needed. So, these are the causes and effects of water pollution. Water pollution കാരണങ്ങളും പറഞ്ഞു അതിൻ്റെ എഫക്ട്സും പറഞ്ഞു. Okay. So, next question is, what are the measures to conserve the water resource? That we can deal in the next video. Okay, so thank you for listening. If anybody have any kind of doubt, please WhatsApp me on the number that is given in the description box. So all the best for your exam and thank you. എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ഡൗട്ട് ഉണ്ട്, ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യണമെന്നെങ്കിൽ യു ക്യാൻ ഫസ്റ്റ് വാട്സ്ആപ്പ് മീ വാട്ട് ആർ ദ കണ്ടൻസ് റിക്വയർഡ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ബൈ.